യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 21 വരെ വാക്യങ്ങൾ. ഇതിലൂടെ കർത്താവ് നമ്മളോട് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകം നിങ്ങളെ വെറുക്കും. ആര് കാരണം? ഞാൻ കാരണം. ദൈവം കാരണം, ക്രിസ്തു കാരണം ലോകം നമ്മളെ വെറുക്കും എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥ നമുക്കുണ്ടാവാനുള്ള യഥാർത്ഥ കാരണക്കാരൻ ആരാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനുത്തരം ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ലോകത്തിന് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. അതുകൊണ്ട് ലോകം നമ്മളെ വെറുക്കും. അഥവാ നമ്മളുടെ വാക്ക് കേൾക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ വാക്ക് ലോകം കേൾക്കുന്നു. ലോകം ക്രിസ്തുവിന്റെ വാക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ വാക്ക് കേൾക്കും. ലോകം അങ്ങനെ വെറുക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ക്രിസ്തു ഇന്ന് അഡ്വാൻസ് ആയിട്ട് നമ്മളോട് പറയണം. ഇത് കണ്ട് നമ്മൾ പേടിക്കണോ? വേണ്ട. കാരണം ഇത് ക്രിസ്തുവിനെ നേരത്തെ വെറുത്തിട്ടുള്ളതാണ്. അത് നമ്മളോട് കൂടി ഒന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തന്നാണ്. പേടിക്കണ്ട. കാരണം ഇതും കടന്നു പോകും എന്നുള്ളൊരു വാക്യം ഞാനെപ്പോഴും കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ആ വെറുപ്പ് കടന്നു പോകും. കാരണം അതിനുശേഷം എന്താണ്, ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അറിവില്ലായ്മ. ഭയങ്കരമായിട്ട് അറിവില്ല. ആരാണ് ക്രിസ്തു? ക്രിസ്തു ആരാണ്? സാധാരണ ആ ഒരു ക്രിസ്തു മനുഷ്യന്റെ ഇടയിലേക്കാണ് പോവാം. ഇതിനകത്ത് അച്ഛന്റെ മോൻ, മറിയത്തിന്റെ മോൻ, ഇവരുടെ സഹോദരങ്ങളൊക്കെ നമുക്കറിയാലോ എന്ന് പറയുന്ന ലോകമാണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന ലോകവും. അപ്പോൾ ഈ ലോകം തീർച്ചയായിട്ടും നമ്മൾ ക്രിട്ടിസൈസ്, എവിടെ നോക്കിയാലും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ചുറ്റുണ്ടാകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ബഹളമായിരിക്കും. ഇത് ഷുവറാണ്. അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ക്രിട്ടിസൈസ് ചെയ്യാൻ 100-150 പേരും ഉണ്ടാകും. അപ്പോൾ ഇത് കണ്ട് നമ്മൾ തളരേണ്ട കാര്യമില്ല. ഇത് കണ്ട് നമ്മൾ ഓടി വിളിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഇത് ക്രിസ്തുവിന് ഇത് ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതിന്റെ ഒരു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പഠനങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന നിലയിൽ നമ്മളും ഇത് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട്, ക്രിസ്തുവിനെ അനുകരിക്കുന്നതുകൊണ്ട്, ക്രിസ്തുവിന്റെ മാർഗത്തിൽ ചരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്, ക്രിസ്ത്യാനിയായതുകൊണ്ട് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഫേസ് ചെയ്യുമ്പോൾ ഓടിയെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം ഇത് തരുന്ന, നമുക്ക് ഈ ഒരു പെർസിക്യൂഷൻ, ഈ ഒരു ക്രിറ്റിസിസം തരുന്ന ആളുകൾക്ക് അറിയില്ല ആരാണെന്ന്, ക്രിസ്തുവിനെ ആരാണ് അയച്ചതെന്നറിയില്ല. നമ്മളിങ്ങനെയൊക്കെ പ്രവർത്തിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. കാരണം നമ്മളെ അയച്ചത് ദൈവമാണ്. ദൈവം ആരാണ്? ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ, ഈ ഭൂമിയെ, ഈ സകല ജാതികളെയൊക്കെ സൃഷ്ടിച്ച ദൈവമാണ് ക്രിസ്തുവിനെ അയച്ചേക്കണം. അപ്പൊ ദൈവം എന്ന് വെച്ചാൽ സകല സർവശക്തനാണ്. ദൈവത്തിന്റെ കോപത്തിന് ഇരയായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അപ്പോൾ നമ്മള് ദൈവം അയച്ചിരിക്കുന്നു. നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്, നമുക്കൊരു ഇതുണ്ട്, ഒരു ഉറപ്പുണ്ട്, ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഇതാണ് നമ്മളെ അയച്ചിരിക്കുന്ന ദൈവമാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ നമുക്ക് അറിയാവുന്ന ദൈവമായതുകൊണ്ട് എന്ത് ചെയ്യണം? പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ജനങ്ങൾ ഇങ്ങനെയാണ്. ജനങ്ങളുടെ ജനറൽ സ്വഭാവം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പെരുമാറുള്ളൂ. അത് അവരുടെ രീതിയാണ്. അങ്ങനെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ ഏത് രാജ്യത്ത് ചെന്നാലും ഏത് നാട്ടിൽ ചെന്നാലും ജനങ്ങൾ സാധാരണ ഇങ്ങനെ പെരുമാറുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഒരു പോസിറ്റീവായിട്ട് നമ്മൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കടന്നു പോകും. ഈ ദിവസങ്ങളും കടന്നു പോകും. ദിവസം വരും ഇന്ന് നമ്മളെ ജനങ്ങളെ തിരിച്ചറിയുന്ന ദിവസം വരും. അന്ന് നമുക്ക് എന്ത് പറയാം? നമുക്ക് സമാധാനം, നമുക്കൊരു ക്ഷയിക്കാനുള്ളതുണ്ട്, ഈശോയെ സ്തുതിയായിരിക്കട്ടെ എന്നിട്ട് പറഞ്ഞിട്ട് പോവാം. അല്ലാതെ എന്ത് പറയാനാണ്? ഇങ്ങനത്തെ ആൾക്കാരാണ് ചുറ്റും. നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ, എൻകറേജ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു വാക്കിന്റെ ഒരു എൻകറേജ്മെന്റ് ഒരൊറ്റ മനുഷ്യൻ നമുക്ക് പറ്റില്ല. ഉറപ്പാണ്. അട്ടിവാരായിട്ട് ഞാൻ പറയുന്നു, ഒറ്റ മനുഷ്യന്മാരും നമ്മളെ എൻകറേജ് നന്നായിരിക്കുന്നു കേട്ടോ. നന്നായിട്ട് ചെയ്യുന്നുണ്ടോ? ഒരു പ്രശ്നങ്ങളൊക്കെ ശരി, അവിടെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ലട്ടാ, നന്നായിട്ടൊക്കെ ജീവിക്കും, നന്നായിട്ടൊക്കെ പോട്ടെ എന്നൊക്കെ പറയുന്ന ആളുകള് മേബി നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ആരെങ്കിലും പറഞ്ഞാലേ ആയി. അതും അല്ലെങ്കിൽ വേറെ ആരില്ല.
അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ച് ഒരു മണ്ണാങ്കട്ടയും ചെയ്യേണ്ട, അവരൊന്നും നമുക്ക് ചെയ്തു തരുന്നില്ല. അവരൊക്കെ നമ്മളെ അടിച്ചു പരത്തി കണ്ടാരടക്കാൻ മാത്രമേ ശ്രമിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട കാര്യം, ഇതും കടന്നു പോകും. ക്രിസ്തു ഇതിനെയൊക്കെ വളരെ പുഷ്പം പോലെ കൈകാര്യം ചെയ്ത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോയ ആളാണ്. കാരണം ക്രിസ്തുവിനെ വെച്ചേക്കുന്നത് ആളൊന്നുമല്ല, സാക്ഷാൽ സർവശക്തനായ ദൈവമാണ്. അപ്പോൾ നമുക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. നമ്മൾ വെച്ചിരിക്കുന്നത് അങ്ങ് കേന്ദ്രത്തിൽ നിന്നാണ്, മുകളിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉടുക്കോട്ടി പേടിപ്പിക്കണം എന്ന് പറയല്ലോ, ഒരിക്കട്ടുകാരനെ ഉടുക്കോട്ടി പേടിപ്പിക്കണ്ട, തീയിൽ മുളച്ചതാണെന്ന് വേണ്ട, പാടേണ്ട കാര്യം ഇല്ല എന്നുകൂടിയാണ് ഈ സുവിശേഷം നമുക്ക് തരുന്ന ആ ഒരു കോൺഫിഡൻസ്. ആ കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു.